Hi guys, welcome to VLearn Study Platform Fast News GS Paper 1 Art and Culture related article ആണ് തെലങ്കാന ടെമ്പിൾ ഗെറ്റ്സ് വേൾഡ് ഹെറിറ്റേജ് ടാഗ്. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമപ്പ ടെമ്പിളിനെ പറ്റിയാണ്. രാമപ്പ ടെമ്പിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 12 തൊട്ട് 14 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഈ ഒരു ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടകയിലെ ഈസ്റ്റേൺ പാർട്ട്, ഒഡീഷയുടെ സദേൺ റീജിയൻ, ഇത്രയും റീജിയനിൽ നിലനിന്നിരുന്ന രാജവംശമായിരുന്നു കാകതീയ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഈ ഒരു ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് 13-ാം നൂറ്റാണ്ടിലാണ്. സോ ആ ഒരു കാലഘട്ടത്തിൽ കാകതീയ ഡൈനാസ്റ്റി ഭരിച്ചിരുന്നത് ഗണപതി ദേവയായിരുന്നു. ഈ ഗണപതി ദേവയുടെ സേനാപതിയായിട്ടുള്ള റേച്ചേര രുദ്രയെയാണ് ഈ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തത്. സോ ഈ ഒരു ടെമ്പിളിന് ഈ ഒരു പേര് ലഭിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പിളിൻ്റെ ആർക്കിടെക്ചറിൻ്റെ പേര് രാമപ്പ എന്നായിരുന്നു. സോ ആ ഒരു ആർക്കിടെക്ചറിൻ്റെ പേരാണ് ഈ ടെമ്പിളിന് കൊടുത്തേക്കുന്നത്. 1310 കാലഘട്ടത്തിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ സ്ലേവ് ആയിട്ടുള്ള ജനറൽ മാലിക് കഫൂർ കാകതീയ കിങ്ഡത്തിൽ ഇൻവേഡ് ചെയ്തു. ഈ ഇൻവേഷൻ്റെ ടൈമിലാണ് ഈ ഒരു ടെമ്പിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആർട്ടാണെങ്കിലും വിഷ്വൽ ഇമേജസ് ആണെങ്കിലും ഡാമേജ് ആവുന്നത്. 1819 ഈ റീജിയനിൽ 8.2 മാഗ്നിറ്റ്യൂഡിലുള്ള ഭൂകമ്പം അനുഭവപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ടെമ്പിളിൻ്റെ ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല രീതിയിൽ തകർന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു രാമപ്പ ടെമ്പിൾ നോക്കുമ്പം നമുക്ക് കൊളാപ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കാണപ്പെടുന്നത്. 2014 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ കാറ്റഗറിയിലേക്ക് രാമപ്പ ടെമ്പിളിനെ നോമിനേറ്റ് ചെയ്തു. ദ ഗ്ലോറിയസ് കാകതീയ ടെമ്പിൾസ് ആൻഡ് ഗേറ്റ് വേ എന്ന് പറയുന്ന ടൈറ്റിലോട് കൂടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രാമപ്പ ടെമ്പിളിനെ നോമിനേറ്റ് ചെയ്തത്. 2019 ഇൻ്റർനാഷണൽ കൗൺസിൽ ഫോർ മോണുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സിൽ നിന്നുള്ള ഒഫീഷ്യൽസ് രാമപ്പ ടെമ്പിളിൻ്റെ ഈ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ 43ാമത്തെ മീറ്റിംഗ് ചൈനയെ വെച്ചിട്ട് നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ പാൻഡമിക് കാരണം ഇത് പോസ്റ്റ്പോൺ ചെയ്തേക്കുമായിരുന്നു. റീസെൻ്റ്ലി ഇതിൻ്റെ 44ാമത്തെ മീറ്റിംഗ് വിർച്വലി നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മീറ്റിങ്ങിൻ്റെ റിസൾട്ടാണ് ജൂലൈ 25, 2021 രാമപ്പ ടെമ്പിളിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് യുനെസ്കോ ഡിക്ലെയർ ചെയ്തത്. ഈ ഒരു ടെമ്പിളിൻ്റെ ആർട്ട് ആൻഡ് കൾച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിൻ ടെമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊളാപ്സ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണുള്ളത്. സോ ഓരോ സ്ട്രക്ചേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെമ്പിൾസിന് നെയിമുണ്ട്. കാട്ടേശ്വരയ്യ ടെമ്പിൾ, കാമേശ്വരയ്യ ടെമ്പിൾ എന്നൊക്കെ പറയും. ഒപ്പം തന്നെ ഈ ഒരു ടെമ്പിളിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ക്രാഫ്റ്റ്മാൻഷിപ്പ് തന്നെയാണ്. ഈ ടെമ്പിളിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡ് ബോക്സ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് നോക്കുവാണെങ്കിൽ ഗ്രനൈറ്റ് ആണ്. പില്ലേഴ്സ് എല്ലാം തന്നെ ബസാൾട്ട് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നതാണ്. ഈ ടെമ്പിളിൻ്റെ ലോവർ പാർട്ടിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് റെഡ് സാൻഡ് സ്റ്റോൺസ് കാണാൻ പറ്റും. എല്ലാ ടെമ്പിൾസിനും ഗോപുരമുണ്ടല്ലോ. ഇതിലെ ഗോപുരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള ബ്രിക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ലൈറ്റ് ആയിട്ടുള്ള ബ്രിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ബ്രിക്സ് ഉണ്ടല്ലോ, അത്രയും വെയിറ്റ് ഇല്ലാത്ത ബ്രിക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എത്രത്തോളം ലൈറ്റ് ആയിരിക്കും ഇതിൻ്റെ ഗോപുരം എന്ന് ചിന്തിച്ച് നോക്കുക. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുമ്പം സൈറ്റ് എന്ന ടേം ഉണ്ട് അല്ലേ, അതായത് ഈ ഭൂമിയിലെ ഏതൊരു പ്ലേസും ആവാം. പക്ഷേ ആ പ്ലേസിന് സ്പെഷ്യലായിട്ടൊരു കൾച്ചറൽ സിഗ്നിഫിക്കൻസോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസോ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സൽ വാല്യൂ ഉള്ള റീജിയൻ ആയിരിക്കണം. അത്തരം റീജിയൻസിനെയാണ് എന്ത് ചെയ്യുന്നത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ കാറ്റഗറിയിലേക്ക് വരാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. സോ സൈറ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സിഗ്നിഫിക്കൻസും ആവാം, കൾച്ചറൽ സിഗ്നിഫിക്കൻസും ആവാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള സൈറ്റുകളെ പറ്റി നോക്കുകയാണെങ്കിൽ ബിൽഡിങ്സ് വന്നിട്ടുണ്ട്, സിറ്റീസ് വന്നിട്ടുണ്ട്, കോംപ്ലക്സ് വന്നിട്ടുണ്ട്, ഡെസേർട്ട് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, ഐലൻഡ് ഉണ്ട്, ലേക്ക് ഉണ്ട്, മോണുമെൻറ്റ്സ് ഉണ്ട്, മൗണ്ടെയിൻസ് ഉണ്ട്. സോ ഇത്തരത്തിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സൽ വാല്യൂ ഉള്ള ഏതൊരു സൈറ്റും വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ കാറ്റഗറിയിലേക്ക് വരും. ഹെറിറ്റേജ് സൈറ്റായിട്ട് ഇൻസ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ആ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്യൂച്ചർ ജനറേഷനും കൂടി ഇത്തരത്തിലുള്ള കൾച്ചറൽ സിഗ്നിഫിക്കൻസും ഫിസിക്കൽ സിഗ്നിഫിക്കൻസും എൻജോയ് ചെയ്യാൻ പറ്റണം. സോ അതിനു വേണ്ടി കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ് ഇത്തരത്തിലുള്ള ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. സോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളെ ഡിക്ലെയർ ചെയ്യുന്നത് യുനെസ്കോ ആണ് അണ്ടർ ഇൻ്റർനാഷണൽ വേൾഡ് ഹെറിറ്റേജ് പ്രോഗ്രാം. ഇനി എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു സൈറ്റിനെ യുനെസ്കോ സെലക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗവൺമെൻറ്റും അവരുടെ റീജിയൻസിലുള്ള ഇത്തരത്തിലുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സൈറ്റുകളെ നോമിനേറ്റ് ചെയ്യണം. സോ റെസ്പെക്റ്റീവ് ഗവൺമെൻറ് എന്ത് ചെയ്യണം,
ഫസ്റ്റ് അത്തരത്തിലുള്ള സൈറ്റിനെ നോമിനേറ്റ് ചെയ്യണം. ഈ ഒരു നോമിനേഷൻ കൊടുക്കാനായിട്ട് കുറേ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. 10 ക്രൈറ്റീരിയ ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ഈ സൈറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ്റിന് അത്തരത്തിലുള്ള സൈറ്റിനെ നോമിനേറ്റ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഈ ഗവൺമെൻറ് കൊടുക്കുന്ന നോമിനേഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ കൗൺസിൽ ഓൺ മോണുമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സും വേൾഡ് കൺസർവേഷൻ യൂണിയനും കൂടിയാണ്. സോ ഈ ഒരു ഇവാലുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയിലേക്ക് റെക്കമെൻഡേഷൻ പ്രൊവൈഡ് ചെയ്യും. സോ ഈ ഒരു വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു റെക്കമെൻഡേഷൻ പ്രകാരമായിരിക്കും ഏതൊക്കെ സൈറ്റിനെ ഡിക്ലെയർ ചെയ്യണമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GSPP2 ഗവർണൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. 35% ഓഫ് ഗവൺമെൻറ് സ്കൂൾസ് അംഗൻവാടീസ് ഹാവ് നോ ടാപ്പ് വാട്ടർ. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൽ ജീവൻ മിഷൻ ആണ്. ഈ മിഷനെ പറ്റി പറയുകയാണെങ്കിൽ 2024 കൂടി എല്ലാ റൂറൽ ഹൗസ് ഹോൾഡിലും ഫങ്ഷണൽ ആയിട്ടുള്ള ടാപ്പ് കണക്ഷൻ എത്തിക്കാമെന്നാണ് ജൽ ജീവൻ മിഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് പെർ ഡേ കൺസപ്ഷന് വേണ്ടി പെർ പേഴ്സണ് 55 ലിറ്റർ ഓഫ് വാട്ടർ ആണ് സപ്ലൈ ചെയ്യാമെന്ന് ഈ മിഷൻ വഴി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എയിം ചെയ്യുന്നത്. സോ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ജൽ ജീവൻ മിഷൻ്റെ എയിമിംഗ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ആണ്. സോ ഈ ഒരു മിഷൻ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ലോക്കൽ ഡിമാൻഡിനെ അഡ്രസ്സ് ചെയ്യും. അതിനനുസരിച്ച് സപ്ലൈ സൈഡ് മാനേജ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ജനങ്ങളുടെ ഡിമാൻഡ് അറിഞ്ഞുകൊണ്ട് ആ റീജിയൻസിൽ പ്രോപ്പറായിട്ട് സപ്ലൈ ചെയിൻ പ്രൊവൈഡ് ചെയ്യുക. സോ ഈ ഒരു മിഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചറും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതായത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് പ്രോസസ്സും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പം കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വേണമല്ലേ. സോ ഈ ഒരു മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. ഈ ഒരു മിഷൻ്റെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ സെൻറ്റർ സ്റ്റേറ്റ് റേഷ്യോ ആണ് പറയുന്നത്. ഹിമാലയൻ സ്റ്റേറ്റും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലും സെൻറ്റർ സ്റ്റേറ്റ് ഫണ്ടിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90:10 ആണ്. എന്നാൽ മറ്റ് സ്റ്റേറ്റുകൾ നോക്കുകയാണെങ്കിൽ, അതായത് ഹിമാലയൻ സ്റ്റേറ്റും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റും ഒഴിച്ചുള്ള ബാക്കി സ്റ്റേറ്റുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെൻറ്റർ സ്റ്റേറ്റ് ഫണ്ടിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50:50 ആണ്. ഇനി യൂണിയൻ ടെറിട്ടറിയിലേക്ക് വരുമ്പം സെൻട്രൽ ഗവൺമെൻറ് 100% ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യും. ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി നാഷണൽ ജൽ ജീവൻ മിഷൻ സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും വില്ലേജ് ലെവലിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചിലൂടെയാണ് ഈ മിഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഒരു ആർട്ടിക്കിളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ ഒരു ജൽ ജീവൻ മിഷൻ്റെ 100 ഡേ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ട് 10 മാസം കഴിയുന്നു. എന്നാൽ സ്കൂൾസും അംഗൻവാടീസും നോക്കുകയാണെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള ടാപ്പ് വാട്ടർ കണക്ഷൻസ് 100% കവറേജ് ചെയ്യാൻ ഈ ഒരു മിഷന് സാധിച്ചിട്ടില്ല. റീസെൻ്റ് ആയിട്ടുള്ള പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ 66% സ്കൂൾസിലും 60% അംഗൻവാടീസിലും ഫങ്ഷണൽ ആയിട്ടുള്ള ടാപ്പ് വാട്ടർ കണക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതെന്താണ് 60% ആവുന്നുള്ളൂ. 100% കവറേജ് ഇതുവരെ റീച്ച് ഔട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ പല സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറി നോക്കുകയാണെങ്കിലും ഈ ഡിസ്പാരിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ സ്കൂൾസിലും അംഗൻവാടീസിലൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ടാപ്പ് വാട്ടർ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 15% റീച്ച് ഔട്ട് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഉത്തർപ്രദേശിലേക്ക് നോക്കുമ്പം ഇത് 80% കാണിക്കുന്നത്. സോ സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറിയിലും ഈ ഒരു ഇനിക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം പാൻഡമിക് വന്നതോടുകൂടി എല്ലാവരും ഡിജിറ്റൽ എഡ്യൂക്കേഷനിലേക്ക് പോയേക്കുവാണില്ലേ. സോ ഓൺലൈൻ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്രൈസിസ് നമ്മുടെ കുട്ടികൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ റീഓപ്പൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സൊല്യൂഷൻ. സോ ഈ ഒരു സൊല്യൂഷനിലേക്ക് എത്തുമ്പം, അതായത് സ്കൂൾസ് റീഓപ്പൺ ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സാനിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ജൽ ജീവൻ മിഷൻ്റെ 100% കവറേജിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു സാനിറ്റേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്ന് പറയുന്നത് സ്കൂൾ റീഓപ്പണിങ്ങിന് മേജർ ചലഞ്ചായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GSPP2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. ഡീൽ ഓൺ ഗോഗ്ര ഹോട്ട് സ്പ്രിങ്സ് ലൈക്ലി സൂൺ. സോ കോണ്ടെക്സ്റ്റ് ഇന്ത്യ ചൈന റിലേഷൻഷിപ്പാണ്.
ഇന്ത്യയുടെയും ചൈനയുടെയും ബോർഡർ നോക്കുകയാണെങ്കിൽ 3 സെക്ടറായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. വെസ്റ്റേൺ സെക്ടർ എന്ന് പറയുമ്പം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ വരുന്ന ആ ഒരു 520 കിലോമീറ്റർ ലോങ് ഡിസ്റ്റൻസിലുള്ള ബോർഡർ. മിഡിൽ സെക്ടർ എന്ന് പറയുമ്പം ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് ആ റീജിയനാണ്. ഈസ്റ്റേൺ സെക്ടർ എന്ന് പറയുമ്പം സിക്കിമും അരുണാചൽ പ്രദേശും ആ ഒരു റീജിയനിൽ വരുന്ന ബോർഡറാണ്. നമുക്ക് സിക്കിമിലും അരുണാചൽ പ്രദേശിലുമാണ് ചൈനയുമായിട്ട് ഡിസ്പ്യൂട്ട് ഉള്ളത്. സോ ആ ഒരു ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ചൈന ബോർഡറാണ്. ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള ആ ഒരു ബോർഡർ ലൈനാണ്. നമുക്കറിയാം റീസെൻ്റ്ലി ഗൽവാൻ വാലി വെച്ചിട്ട് നമ്മുടെ 20 ഇന്ത്യൻ സോൾജിയേഴ്സിനെയാണ് നമുക്ക് നഷ്ടമായത്. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഡിസ്എൻഗേജ്മെൻറ്റ് പ്രോസസ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഡിസ്എൻഗേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പം പനോങ്സോ ലേക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതായത് ഒരു പനോങ്സോ ലേക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പ്യൂട്ട് മെക്കാനിസമേ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു. പക്ഷേ ചൈനയുമായിട്ട് നമുക്ക് ഒരുപാട് റീജിയൻസിൽ ഡിസ്പ്യൂട്ടുണ്ട്. അങ്ങനെ ഡിസ്പ്യൂട്ടുള്ള റീജിയൻസ് ആണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള ഗോഗ്ര, ഹോട്ട് സ്പ്രിങ്സ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഡിസ്എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ ഡിസ്എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഡിസ്പ്യൂട്ടുള്ള മറ്റ് റീജിയൻസ് ഒക്കെ ഉണ്ട്, അതെല്ലാം തന്നെ റിസോൾവ് ചെയ്യാതെ അവിടെ കിടക്കുകയാണ്. ഈ ഒരു പനോങ്സോ ലീക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പ്യൂട്ട് മെക്കാനിസം മാത്രമേ നടന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യ ചൈന ഡിസ്എൻഗേജ്മെൻറ്റിനെ പാർഷ്യൽ ഡിസ്എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡിസ്എൻഗേജുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും ഇപ്പം പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിസ്പ്യൂട്ടിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു റീജിയൻസ് ഉണ്ടല്ലോ, ഹോട്ട് സ്പ്രിങ്സ് ആണെങ്കിലും പനോങ്സോ ലേക്ക് ആണെങ്കിലും, ഇതുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ജൂണിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയതിന് ശേഷം ഈ ഒരു ആർട്ടിക്കിളിലേക്ക് തിരിച്ചു വരിക. ഈ ഒരു ആർട്ടിക്കിൾ വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റേൺ ലഡാക്കിലുള്ള സ്റ്റാൻഡ് ഓഫുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു സ്റ്റാൻഡ് ഓഫ് റിസോൾവ് ചെയ്യാനായിട്ട് കമാൻഡർ ലെവലിലുള്ള 12th റൗണ്ടിലുള്ള ടോക്സ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു അൺറിസോൾവ്ഡ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ ഏരിയാസ് ഉണ്ടല്ലോ, ഹോട്ട് സ്പ്രിങ്സ് ആണെങ്കിലും ഗോഗ്ര ആണെങ്കിലും ഡെപ്സങ് വാലി ആണെങ്കിലും ഈ റീജിയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. ഈ റീജിയൻസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ റീജിയൻസിലെല്ലാം തന്നെ നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പാസസ് ഉണ്ട്. പാസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 റീജിയൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ റീജിയൻസിൻ്റെ മിഡിലായിട്ട് ചെയിൻ ഓഫ് മൗണ്ടെയിൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ റീജിയൻസിലുള്ള ജനങ്ങൾ അടുത്ത റീജിയൻസിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവർ ഈ ഒരു മൗണ്ടെയിൻ ചുറ്റി വരണ്ടേ? സോ ഈ ഒരു മൗണ്ടെയിൻ്റെ ആ ഒരു ഇടയിലൂടെ ഈ 2 റീജിയൻസിനെ കണക്ട് ചെയ്യുന്ന ടണലുകളാണ് പാസസ് എന്ന് പറയുന്നത്. ഈ ഒരു ഗൽവാൻ വാലിയിലെ അറ്റാക്കിന് ശേഷം ഈ റീജിയൻസിലെല്ലാം തന്നെ മിലിറ്ററി സ്റ്റാൻഡ് ഓഫ് ഉണ്ടല്ലേ. സോ ഈ പാസുകളെല്ലാം തന്നെ ഓപ്പൺ ചെയ്ത് നിർത്തിയേക്കുവാണ്. അതായത് യൂഷ്വലി ഓപ്പൺ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ലോങ്ങർ ടൈമിൽ ഓപ്പൺ ചെയ്ത് നിർത്തിയേക്കുവാണ്. ഒപ്പം തന്നെ ഈ ഒരു പാസുകൾക്കിടയിലേക്ക് ഈ ഒരു ട്രൂപ്സിന് മൂവ്മെൻറ്റിന് വേണ്ടിയുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് മെയിനായിട്ട് നടത്തുന്നത് ടാങ്ലങ് പാസിലും ബാരാലച്ല പാസിലുമാണ്. സോ ട്രൂപ്സിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടത്തുന്നുണ്ട്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 1 ഹിസ്റ്ററി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. പ്രസിഡന്റ് ഓൺ 4-day വിസിറ്റ് ടു ജമ്മു ആൻഡ് കാശ്മീർ. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കാർഗിൽ വാറിൻ്റെ 22ാമത്തെ ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ജമ്മു കാശ്മീർ വിസിറ്റ് ചെയ്യുന്നു. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഗിൽ വാറാണ്. GS പേപ്പർ 1 ഹിസ്റ്ററിയുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ആർട്ടിക്കിളാണ് കാർഗിൽ വാർ എന്ന് പറയുന്നത്. കാർഗിൽ വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1947-48 കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിൻ്റെ ആ ഒരു നോർത്തേൺ റീജിയൻസ് LOC കൊണ്ടിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തേക്കുന്നത്. LOC എന്ന് പറയുമ്പോൾ ലൈൻ ഓഫ് കൺട്രോൾ. സോ ജമ്മു കാശ്മീരിൻ്റെ നോർത്ത് റീജിയൻസിൽ LOC ഉണ്ടായിരുന്നു. ഫെബ്രുവരി 1999 ആ ഒരു ടൈമിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹം ലാഹോർ വിസിറ്റ് ചെയ്തു. ഈ വിസിറ്റിൻ്റെ ഫലമായിട്ടാണ് ലാഹോർ ഡിക്ലറേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. ഹിസ്റ്റോറിക് ആയിട്ടുള്ള ലാഹോർ ഡിക്ലറേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ന്യൂക്ലിയർ ആംസോ ന്യൂക്ലിയർ വെപ്പൺസോ ഉപയോഗിക്കില്ല എന്ന് 2 രാജ്യങ്ങളും ഉറപ്പുകൊടുത്തു. ഒപ്പം തന്നെ കൺവെൻഷണൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകളെല്ലാം തന്നെ ഇരുവരും അവോയ്ഡ് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് എത്തി. സോ ഈ ഒരു ലാഹോർ ഡിക്ലറേഷൻ്റെ മെയിൻ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രാജ്യങ്ങൾക്കിടയിലുള്ള എല്ലാ ഡിസ്പ്യൂട്ടും സോൾവ് ചെയ്യുക എന്നതായിരുന്നു.
അതായത് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് കൊണ്ടുവരാനായിരുന്നു ലാഹോർ ഡിക്ലറേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. കാർഗിൽ എന്ന് പറയുന്ന റീജിയൻ ഈ ഒരു ലൈൻ ഓഫ് കൺട്രോളിന് നിയറസ്റ്റ് ആയിട്ട് വരുന്ന സറൗണ്ടിങ് ഏരിയാസ് കവർ ചെയ്യുന്ന ഒരു റീജിയനാണ്. വളരെ ഹൈ ഓൾട്ടിറ്റ്യൂഡിലുള്ള റീജിയനാണ്. അതുകൊണ്ട് തന്നെ വിൻ്റർ സീസണൊക്കെ വരുമ്പോഴേക്കും ഇവിടുത്തെ ടെമ്പറേച്ചർ നല്ല രീതിയിൽ താഴേക്ക് പോകും. ഏകദേശം -15 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ എത്തും. സോ ഈ ഒരു റീജിയനിൽ ഇന്ത്യയുടെ പോസ്റ്റ് ഉണ്ട് അല്ലേ. സോ ഇവിടെ ഒരുപാട് ജവാൻസ് ഉണ്ട്. സോ ഈ ഒരു സോൾജിയേഴ്സ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ലോ കണ്ടീഷനിലേക്ക് പോകുമ്പോഴേക്കും അവരെന്ത് ചെയ്യും, കുറച്ചുകൂടി നോർമൽ ടെമ്പറേച്ചറുള്ള റീജിയൻസിലേക്ക് വരും. അതായത് കുറച്ചുകൂടി താഴെയുള്ള ഓൾട്ടിറ്റ്യൂഡിലേക്ക് വരും. പിന്നീട് ടെമ്പറേച്ചർ നോർമൽ കണ്ടീഷൻ ആകുമ്പോൾ വീണ്ടും തിരിച്ച് ഈ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് എത്തും. അങ്ങനെ ഫെബ്രുവരി തൊട്ട് മെയ് ആ ഒരു ടൈമിൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നുള്ള ട്രൈബൽ ഫൈറ്റേഴ്സ് ആണെങ്കിലും മുജാഹിദീൻസ് ആണെങ്കിലും പാകിസ്ഥാൻ ആർമി ആണെങ്കിലും ഇന്ത്യയുടെ ഈ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡിലുള്ള റീജിയൻസ് എന്ത് ചെയ്തു, ഒക്യുപ്പൈ ചെയ്തു. ഈ ടൈമിൽ ഇന്ത്യൻ സോൾജിയേഴ്സ് എല്ലാം ലോവർ ഓൾട്ടിറ്റ്യൂഡിലായിരുന്നു. ഈ റീജിയൻസിലെല്ലാം തന്നെ എന്താണ് ലോക്കൽ പീപ്പിൾ എന്താണ് കന്നുകാലി മെയ്ക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന റീജിയൻസ് ആണ്. സോ ഈ ഒരു ലോക്കൽ ഷെഫേർഡ്സ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പാകിസ്ഥാൻ ഈ റീജിയനിൽ ഒക്യുപ്പൈ ചെയ്ത കാര്യം മനസ്സിലാക്കി. സോ ഈ ഒരു ലോക്കൽ ഷെഫേർഡ്സ് ആണ് എന്ത് ചെയ്തത്, ഇന്ത്യൻ സോൾജിയേഴ്സിലേക്ക് ഈ കാര്യം ഇൻഫോം ചെയ്തത്. സോ നമ്മുടെ ജവാൻസ് എന്ത് ചെയ്തു, ആ റീജിയൻസിലേക്ക് എത്തിച്ചേർന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഒരു യുദ്ധത്തിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീജിയനിൽ നാഷണൽ ഹൈവേ ഉണ്ട്. നാഷണൽ ഹൈവേ എന്ന് പറയുമ്പം ശ്രീനഗർ തൊട്ട് ലേ വരെ കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ ആണ്. പാകിസ്ഥാൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീജിയൻ ഒക്യുപ്പൈ ചെയ്തിട്ട് നാഷണൽ ഹൈവേ ബ്ലോക്ക് ചെയ്യുക. നാഷണൽ ഹൈവേ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജമ്മു കാശ്മീരിനെ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു കണക്ടിവിറ്റി നഷ്ടമാവും. സോ ഈ ഒരു ലിങ്ക് ബ്ലോക്ക് ചെയ്തിട്ട് ആ ഒരു റീജിയൻ അവരുടെ കയ്യിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ആ ഒരു കാശ്മീറും കൂടി ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. ഇതായിരുന്നു പാകിസ്ഥാൻ്റെ എയിം എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇന്ത്യൻ ആർമി ആണെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സ് ആണെങ്കിലും അറ്റാക്ക് ലോഞ്ച് ചെയ്തു. അങ്ങനെ 1999 ജൂലൈ 4 നമ്മുടെ ഇന്ത്യൻ ട്രൂപ്സ് ഈ റീജിയൻ എന്ത് ചെയ്തു, റീക്യാപ്ചർ ചെയ്തു. ആ ഒരു ടൈമിൽ പാകിസ്ഥാന് US-ൻ്റെ പ്രഷറും കൂടി ഉണ്ടായിരുന്നു. ഈ പ്രഷറും കൂടി കൊണ്ടാണ് പാകിസ്ഥാൻ എന്ത് ചെയ്തത്, അവരുടെ ട്രൂപ്സിനെ പുൾ ഔട്ട് ചെയ്തത്. ഇതാണ് കാർഗിൽ വാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇത് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യം, കാർഗിൽ വാറുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യൻ ആർമി ലോഞ്ച് ചെയ്ത ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന് പറയുന്നത്. സോ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് രണ്ടും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഗവർണൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. ലെസൺസ് ഫ്രം ഇന്ത്യ ഫുഡ് സെക്യൂരിറ്റി റെസ്പോണ്ട്. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് COVID-19 ഔട്ട്ബ്രേക്കോട് കൂടി ഫുഡ് സെക്യൂരിറ്റിയിലുള്ള ഇമ്പാക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പാൻഡമിക് വന്നതോടുകൂടി ലോക്ക്ഡൗൺ ഉണ്ടായി. ലോക്ക്ഡൗൺ വന്നതോടുകൂടി എക്കണോമിക് ആക്ടിവിറ്റീസ് കുറഞ്ഞു. എക്കണോമിക് ആക്ടിവിറ്റീസ് കുറയുമ്പോഴേക്കും ഓരോ രാജ്യത്തിൻ്റെ എക്കണോമി എന്ത് ചെയ്യും, റിസഷനിലേക്ക് പോകും. സോ ഗവൺമെൻറ് റവന്യൂ നല്ല രീതിയിൽ കുറഞ്ഞു. ഗവൺമെൻറ്റിന് പ്രോപ്പറായിട്ട് വെൽഫെയർ സ്കീം താഴെ തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നു. വെൽഫെയർ സ്കീമിൻ്റെ അഭാവം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പുവർ സെക്ഷനുള്ള അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള സൊസൈറ്റിയാണ്. ഈ ഒരു വൾണറബിൾ സൊസൈറ്റി ആണെങ്കിലും ഈ ഒരു പുവർ സെക്ഷൻ ആണെങ്കിൽ തന്നെയും പിന്നീട് എക്സ്ട്രീം പുവേർട്ടിയിലേക്ക് പോകുമില്ലേ. സോ വേൾഡ് ബാങ്കിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം പാൻഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമിക് ഇമ്പാക്റ്റിലേക്ക് സ്ട്രഗിൾ ചെയ്തത് ഏകദേശം 100 മില്യൺ ജനങ്ങളാണ്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് നല്ല രീതിയിൽ എന്ത് ചെയ്തു, സൊസൈറ്റിയിൽ വളർന്നു വന്നു. അതിൻ്റെ ഫലമായിട്ട് എല്ലാവരുടെ കയ്യിലും ഇൻകം കുറഞ്ഞുല്ലേ, ഇൻകം ലോസ് ഉണ്ടായി. ഇൻകം ലോസിനോടൊപ്പം ഫുഡിൻ്റെ കോസ്റ്റും കൂടി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇത് പിന്നീട് ഫുഡ് സെക്യൂരിറ്റിയിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കും. അങ്ങനെ ഫുഡിൻ്റെ കോസ്റ്റ് കൂടുകയാണെങ്കിൽ എക്സ്ട്രീം പുവേർട്ടിയിൽ നിന്ന് പിന്നീട് എക്സ്ട്രീം ഹങ്കറിലേക്കായിരിക്കും ആ ഒരു സൊസൈറ്റി എത്തുക. എക്സ്ട്രീം ഹങ്കറിൽ നിന്ന് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് പോഷകാഹാരക്കുറവ് അഥവാ മൽ നറിഷ്മെൻറ്റിലേക്കാണ്. അതായത് ഹെൽത്തിയർ ആയിട്ടുള്ള കലോറീസ് കൺസ്യൂം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ, അതായത് നോർമൽ ആയിട്ടുള്ളൊരു ആക്റ്റീവ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നമ്മൾ അണ്ടർ നറിഷ്മെൻറ്റ് അഥവാ മൽ നറിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഫുഡ് സെക്യൂരിറ്റിയിലുള്ള മേജർ ഇമ്പാക്റ്റ് COVID-19മായി കണക്ട് ചെയ്ത് പറയുമ്പം റിസഷൻ, എക്സ്ട്രീം പുവേർട്ടി, മൽ നറിഷ്മെൻറ്റ്, എക്സ്ട്രീം ഹങ്കർ. ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
COVID-19 ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എടുത്തു പറയുന്ന കാര്യമാണ് ഇനിക്വാളിറ്റീസ് എന്ന് പറയുന്നത്. സോ COVID-19 വന്നതോടുകൂടി നമുക്കറിയാം ഈ ഒരു സൊസൈറ്റിയിലുള്ള ഡിവിഷൻ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അടുത്തൊരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിക്വാളിറ്റീസ് തന്നെയാണ്. പക്ഷേ ഒരു COVID-19 ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ സൈഡിൽ നിന്നുണ്ടായത്. കാരണം ഇന്ത്യ എന്താണ്, ഗ്രീൻ റെവല്യൂഷന് ശേഷം സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രോഗ്രസ്ഡ് ആയിട്ടുള്ളൊരു ഫുഡ് പ്രൊഡക്ഷനാണ്. എസ്പെഷ്യലി പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശിലെ വെസ്റ്റേൺ റീജിയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മേജർ ഒക്കുപ്പേഷനാണ്. 2020 എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 30 കോടി ടൺ സെറീൽസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, പ്രൊഡ്യൂസ് ചെയ്തത്. ഒപ്പം തന്നെ 10 കോടി ടൺസ് ഓഫ് ഫുഡ് സ്റ്റോക്കും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഫൈനാൻഷ്യൽ ഇയർ 2021 ആ ഒരു റെക്കോർഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.98 കോടി ടൺസ് റൈസും വീറ്റുമാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തേക്കുന്നത്. COVID-19 ടൈമിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് വൾണറബിൾ ആയിട്ടുള്ള സൊസൈറ്റിയും ഒപ്പം തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഫാമിലീസുമാണ്. സോ ഇവരെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ റേഷൻ കടയുണ്ട് അല്ലേ. ഇതുവഴി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സെക്ഷനിന് വേണ്ടുന്ന ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം ഏകദേശം 81 കോടി ബെനിഫിഷ്യറീസിനാണ് അഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തത്. ഒപ്പം തന്നെ മൈഗ്രൻ്റ് വർക്കേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് പരിഹരിക്കാനായിട്ട് ഏകദേശം 8 കോടി മൈഗ്രൻസിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് ആത്മനിർഭർ ഭാരത് സ്കീം വഴി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻഷുർ ചെയ്തു. അതിൻ്റെ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വെയർ ഹൗസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് റൈസും വീറ്റും സബ്സിഡി പ്രൈസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റൈസിന് 22 രൂപയും വീറ്റിന് 21 രൂപയും വെച്ചിട്ടായിരുന്നു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തത്. സോ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ റൈസിന് ഏകദേശം 35 രൂപ, വീറ്റ് നോക്കുകയാണെങ്കിൽ 27 രൂപയൊക്കെ വരും. സോ ഇത്തരത്തിൽ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് സിവിൽ സൊസൈറ്റിക്കും നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യയുടെ ആ ഒരു ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്ത്യ റെസ്പോണ്ട് ചെയ്തത്, എസ്പെഷ്യലി ഈ ഒരു COVID-19 ടൈമിൽ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചലഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ് നോ വൺ ബിഹൈൻഡ്. അതായത് ഒരുപാട് റിസ്ക് ഗ്രൂപ്പുകളുണ്ട്. അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള പീപ്പിളുണ്ട്, എൽഡർ ആയിട്ടുള്ള ജനങ്ങളുണ്ട്, HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ഒരു COVID-19 ടൈമിൽ ഓർഫൺ ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്, റെഫ്യൂജീസ് ഉണ്ട്. ഇപ്പം മ്യാൻമാറിൽ നിന്നായിട്ടുള്ള റോഹിംഗ്യാസ് ആണെങ്കിലും ടിബറ്റൻ റെഫ്യൂജീസ് ആണെങ്കിലും ഒത്തിരി ആൾക്കാരുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ഒപ്പം തന്നെ സിംഗിൾ വിമൻ ലെഡ് ആയിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. സോ ഇത്തരത്തിലുള്ള റിസ്ക് ഗ്രൂപ്പിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് 100% കവറേജിൽ എത്തില്ല. സോ നമുക്കൊരു സൊല്യൂഷനായിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 നേഷൻ 1 റേഷൻ കാർഡ് സ്കീമുണ്ട്. അത് ബെറ്റർ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏത് ആൻസർ എടുത്തു കഴിഞ്ഞാലും അതിലൊരു പൊളിറ്റിയോ ജോഗ്രഫിയോ എല്ലാം തന്നെ കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. സോ ഫുഡ് സെക്യൂരിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അഗ്രികൾച്ചറിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. സോ ക്ലൈമറ്റ് ചേഞ്ചിനെയും കൂടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യണം, അഡ്രസ്സ് ചെയ്യണം. റീസെൻ്റായിട്ട് നമ്മൾ മൺസൂണുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല റീജിയൻസിലും റെയിൻ ഡെഫിസിറ്റ് ഉണ്ട്. എന്തിൻ്റെ ഇമ്പാക്റ്റ് ആണ്, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റ് ആണ്. സോ അഗ്രികൾച്ചറിനെ ഇത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അഗ്രികൾച്ചറിനെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിക്ക് വലിയൊരു ചലഞ്ചസ് ആവും. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1 നേഷൻ 1 റേഷൻ കാർഡ് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഒപ്പം തന്നെ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചലഞ്ചസും അഡ്രസ്സ് ചെയ്യണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിളാണ് മണി ചേഞ്ചർ. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ്. നമ്മളിത് 2-3 ദിവസം മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ RBI എന്താണ് ഒഫീഷ്യലായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഒരു ഫേസ്ഡ് പ്രോസസ്സായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിയർ ഫ്യൂച്ചറിൽ ഹോൾസെയിൽ സെഗ്മെൻറ്റ്സിലാണെങ്കിലും റീറ്റെയിൽ സെഗ്മെൻറ്റ്സിലാണെങ്കിലും നമ്മുടെ തന്നെ ഡിജിറ്റൽ കറൻസിയുടെ ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടുവരാനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ
ഫൈനാൻസ് മിനിസ്ട്രി സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഹൈ ലെവൽ ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത്തരത്തിലൊരു ഡിജിറ്റൽ കറൻസി കൊണ്ടുവരുമ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ലീഗൽ ഫ്രെയിംവർക്കും കൂടി കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം ലീഗൽ ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പം RBI ആക്ട് ഉണ്ട് ഇല്ലേ, ഈ ആക്ടിലെ പ്രൊവിഷൻസിലെല്ലാം തന്നെ ചേഞ്ചസ് കൊണ്ടുവരണം. ഇപ്പം RBI ആക്ടിലെ പ്രൊവിഷൻസ് പറയുകയാണെങ്കിൽ എന്താണ്, കോയിൻസിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ബാങ്കിലെ ആ ഒരു നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ് അല്ലേ. സോ ഈ ഒരു ഡിജിറ്റൽ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള റെഗുലേഷന് വേണ്ടുന്ന പ്രൊവിഷൻസും ഈ ആക്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ലീഗൽ ഫ്രെയിംവർക്കും കൂടി കൊണ്ടുവരണമെന്ന് ഹൈ ലെവൽ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ കറൻസി എന്ന് പറയുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഫോമിലാണെന്ന് നമുക്കറിയാം. സോ ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് യൂസേഴ്സിൻ്റെ ഇടയിലായിരിക്കും. സോ ഇവിടെ ഒരു ടെക്നോളജിയുടെ ആവശ്യമുള്ളൂ, അതായത് ഒരു ഇൻ്റർനെറ്റ് സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് നടത്താം. സോ നമ്മൾ ഇപ്പം യൂസ് ചെയ്യുന്ന ആ ഒരു കറൻസിയെ, നമ്മുടെ ഇന്ത്യൻ നോട്ട് ഉണ്ടല്ലോ, ആ ഒരു നോട്ട് അല്ലെങ്കിൽ കോയിൻസിനെ നമ്മൾ ഫിയറ്റ് മണി എന്നാണ് പറയുന്നത്. സോ ഫിയറ്റ് മണിയിൽ നിന്ന് ഡിജിറ്റൽ കറൻസിയെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിജിറ്റൽ മണി നമുക്ക് ബോർഡർലെസ് ആയിട്ടുള്ള ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ക്രിപ്റ്റോ കറൻസിയുടെ മെക്കാനിസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിലൊരു കോഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു കോഡ് എന്ന് പറയുമ്പോൾ ഒരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് ഓഫ് ഡേറ്റയോ അല്ലെങ്കിൽ ഒരു ഹാഷ് ആയിരിക്കും. ഈ ഒരു കോഡ് പിന്നീട് എൻകോഡ് ചെയ്തേക്കുന്നത് 1 യൂണിറ്റ് ഓഫ് കറൻസി എന്ന് പറയുന്ന സിഗ്നിഫിക്കൻസ് വെച്ചിട്ടായിരിക്കും. സോ ഈ ഒരു യൂണിറ്റ് ഓഫ് കറൻസിയെ ഒരു ഡേറ്റ, സ്ട്രിങ് ഓഫ് ഡേറ്റ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഹാഷ് ആയിട്ടോ എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഡിജിറ്റൽ മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു കോഡിൽ നിന്നാണ് ഡിജിറ്റൽ മണി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, കറൻസി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോസ്റ്റിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ എന്താണ്, ഇപ്പം കറൻസി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ GDPയുമായിട്ടുള്ള റേഷ്യോ നോക്കണം, ഒപ്പം തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ നോക്കണം, പിന്നീട് ഇത് പ്രിൻറ്റ് ചെയ്യുന്നതിനൊരു കോസ്റ്റ് ഉണ്ട്, ഒപ്പം റെസ്പെക്റ്റീവ് ബാങ്കിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്തണം. സോ ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ ഡിജിറ്റൽ കറൻസി വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ റിയൽ ടൈമിലാണ് പേയ്മെൻറ്റ് മെക്കാനിസം എനേബിൾ ചെയ്യുന്നത്. സോ ഒരു ഇൻ്റർ ബാങ്ക് സെറ്റിൽമെൻറ്റിൻ്റെ ആവശ്യമില്ല, അതായത് ഇൻ്റർമീഡിയറീസ് ആയിട്ട് ഒരു ബാങ്കോ ഒരു പേയ്മെൻറ്റ് സിസ്റ്റമോ ഇതിൻ്റെ ഇടയിൽ വരുന്നില്ല. RBI ഒഫീഷ്യൽ ഡിജിറ്റൽ കറൻസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡിസിഷനുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിപ്റ്റോ കറൻസി വരുമ്പം അവിടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉണ്ട്. പക്ഷേ നമ്മുടെ ഒഫീഷ്യൽ ഡിജിറ്റൽ കറൻസി വരുമ്പം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ടെക്നോളജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡേഷൻ മെക്കാനിസം, ഒപ്പം തന്നെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഡിജിറ്റൽ മണിയുടെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കിടെക്ചർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഇല്ല. ഒപ്പം തന്നെ നമുക്ക് ലീഗൽ ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്താണ്, കോയിനേജ് ആക്ട് ഉണ്ട്, RBI ആക്ട് ഉണ്ട്, ഫെമ ആക്ട് ഉണ്ട്. ഫെമ ആക്ട് എന്ന് പറയുമ്പം ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ട്. ഒപ്പം തന്നെ ഡിജിറ്റൽ മോഡിലുള്ള ട്രാൻസാക്ഷൻ വരുന്നത് കൊണ്ട് IT ആക്ട് ഉണ്ട്. സോ ഈ ഒരു ആക്ടിലെല്ലാം തന്നെ ലീഗലി ചേഞ്ചസ് കൊണ്ടുവരേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് വരുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാവുന്നത് ബാങ്കിനായിരിക്കും. ഡിജിറ്റൽ കറൻസിയുമായി ബന്ധപ്പെട്ടുള്ള റീസെൻറ്റ് ഡെവലപ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എൻസാൽവഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ അമേരിക്കയിലുള്ള സ്മാൾ കോസ്റ്റൽ കൺട്രിയാണ്. ഈ രാജ്യമാണ് ബിറ്റ്കോയിനെ ഒഫീഷ്യലി ലീഗൽ ടെൻഡർ കൊടുത്തിട്ടുള്ള ആദ്യത്തെ രാജ്യമെന്ന് പറയുന്നത്. സോ ഇത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്ത് വെക്കുക. ഒപ്പം തന്നെ ബ്രിട്ടൻ്റെ സെൻട്രൽ ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ള ഒഫീഷ്യൽ ഡിജിറ്റൽ കറൻസിയാണ് ബ്രിറ്റ് കോയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 സെക്യൂരിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ജോയിൻ ദി ഡോട്ട്സ് ഇൻ ദി സെക്കൻഡ് കമ്മിങ് ഓഫ് പെഗാസസ്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ പെഗാസസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് എക്സാമ്പിൾസും കുറേ നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു സെക്കൻഡ് കമ്മിങ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. പെഗാസസിൻ്റെ ഏർലിയസ്റ്റ് വേർഷൻ നോക്കുകയാണെങ്കിൽ 2010 വന്നിരുന്നത്. ഇസ്രായേലിലെ NSO ഗ്രൂപ്പാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. സോ ഈ ഒരു പെഗാസസിനെ റിസർച്ചേഴ്സ് ക്യാപ്ചർ ചെയ്യുന്നത് 2016 സോ ആ ഒരു ടൈമിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജോ ഇമെയിലോ വരും. ഇതിലെന്താണ്, ഒരു മലീഷ്യസ് ലിങ്ക് ഉണ്ടായിരിക്കും. ഈ ലിങ്ക് വഴിയാണ്, അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഫോണിലേക്ക് ഈ ഒരു പെഗാസസ് അറ്റാക്ക് ഉണ്ടാവുന്നത്. സോ ഏർലിയസ്റ്റ് ഫോമൊക്കെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ ആ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ലേറ്റസ്റ്റ് വേർഷനിലേക്ക് വരുമ്പം ഈ ലേറ്റസ്റ്റ് വേർഷൻ യൂസ് ചെയ്യുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ആ ടെക്നോളജിയാണ് സീറോ ക്ലിക്ക് അറ്റാക്ക് എന്ന് പറയുന്നത്.
പെഗാസസിൻ്റെ സെക്കൻഡ് വേർഷനിലേക്ക് വരുമ്പോഴേക്കും എന്താണ്, ഈ ഒരു മലീഷ്യസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം എന്നൊന്നുമില്ല. എന്താണ്, ഒരു മിസ്ഡ് കോളോ അല്ലെങ്കിൽ ഒരു വോയിസ് കോൾ കൊണ്ട് നമ്മുടെ ഫോണിലേക്ക് ഈ സ്പൈവെയർ അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ സീറോ ക്ലിക്ക് അറ്റാക്ക് എന്ന് പറയുന്നത്. സോ പെഗാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം ഒരുപാട് ആർട്ടിക്കിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒന്നും കൂടി റെഫർ ചെയ്യുക. നെക്സ്റ്റ് എഡിറ്റോറിയൽ പേജിലേക്ക് പോവുകയാണെങ്കിൽ മൺസൂണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ആർട്ടിക്കിൾ കാണാം. നമ്മൾ 2 ദിവസം മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒപ്പം തന്നെ ഫേക്ക് ന്യൂസുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളുണ്ട്. ഈ ഒരു ആർട്ടിക്കിളിനെ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്നത് മിസ് ഇൻഫോർമേഷനും ഡിസ്ഇൻഫോർമേഷനുമായിട്ടാണ്. സോ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫേക്ക് ന്യൂസ് അഥവാ മിസ് ഇൻഫോർമേഷൻ ഡിസ്ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു ആർട്ടിക്കിൾ പോയിട്ട് റെഫർ ചെയ്തതിന് ശേഷം ഈ ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കുക.